ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ആൻഡ് ട്രാവൽ ബൈ ഷാൻ എന്ന ചാനലിലേക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു ബ്ലോഗിലേക്കും നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പമ്പ് സെറ്റുകൾ വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചില ആളുകൾ പമ്പ് സെറ്റുകൾ ഓരോ ആൾക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് വാങ്ങിയിട്ടും അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് പമ്പ് സെറ്റുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നിത് ചർച്ച ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ഉള്ളത് കണ്ണൂർ ജില്ല ലൂബിയുടെ ഡിസ്ട്രിബ്യൂട്ടറും ടെക്നോ സൊല്യൂഷൻ എന്നൊരു സ്ഥാപനത്തിൻ്റെ ഉടമയുമായ സേജ് ആണുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മൂപ്പരോട് ചോദിച്ചറിയാം. ഓക്കെ, അവിടെ കട്ടെ അടുത്ത. അപ്പോൾ ഞങ്ങൾ മോട്ടർ ഈ പമ്പ് സെറ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? പമ്പ് സെറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഈ ഓരോ മോഡൽസിനും അതിൻ്റേതായ കുറേ മാറ്റങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ആഴത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പമ്പ് സെറ്റുകൾ കുഴൽക്കിണറിൽ ഉപയോഗിക്കുന്നുണ്ട്, സാധാരണ കിണറിൽ ഉപയോഗിക്കുന്നുണ്ട്, പുറത്ത് വെക്കുന്നതുണ്ട്, അങ്ങനെ ഒരുപാട് മോഡൽസുകൾ. അപ്പോൾ നമ്മുടെ ഒരു മോട്ടർ സെലക്ട് ചെയ്യുമ്പം ഇതിൻ്റെ ആഴം എത്രയാണെന്നും അതിനുപയോഗിക്കേണ്ട HP-യും ആദ്യം കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ഓരോ മോട്ടറിൻ്റെയും ഹെഡ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ ഹെഡ് എന്ന് പറയുന്ന സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ വലിച്ചിട്ട് തള്ളുന്ന അതായത് താഴെ നിന്ന് വലിച്ചിട്ട് മുകളിലേക്ക് എത്തിക്കുന്നതിനാണ് ഹെഡ് എന്ന് പറയുന്നത്. അത് വെള്ളത്തിലിരുന്ന മോട്ടറിനാണെങ്കിൽ താഴെ നിന്ന് വലിക്കേണ്ട ആവശ്യം വരുന്നില്ല, അത് വെള്ളത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് മോട്ടർ. അതുകൊണ്ട് ഒരു 33 മീറ്റർ ഹെഡുള്ള മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 33 മീറ്റർ വരെ തള്ളുമെന്നാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 33 മീറ്റർ ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 മീറ്റർ ഹെഡുള്ള മോട്ടറിന് ഒരു മിനിമം ഹെഡ് കമ്പനി നിശ്ചയിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിലെ കിണർ ഒരു 5 കോല്, അതായത് പോട്ടെ 5 മീറ്റർ ആണെങ്കിൽ നിങ്ങൾ 33 മീറ്ററിൻ്റെ ഹെഡിൻ്റെ മോട്ടർ വാങ്ങിച്ചാൽ അതിൻ്റെ മിനിമം ഹെഡ് 12 13 മീറ്റർ ആയിരിക്കും. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾ ഈ മോട്ടർ വാങ്ങിച്ച് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ മോട്ടറിൻ്റെ ലൈഫ് കുറയും. മോട്ടർ വർക്ക് ചെയ്യും, നല്ല രീതിയിൽ വെള്ളമെടുക്കും, ഒക്കെ ചെയ്യും, പക്ഷേ ഭാവിയിൽ ഇതിൻ്റെ ലൈഫ് കുറയും. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ രണ്ടാമത് ഒരു 33 മീറ്റർ ഹെഡിനെ കുറിച്ച് പറയുമ്പോൾ ആ 33 മീറ്റർ ഹെഡ് എന്നുള്ള മോട്ടർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എത്ര ഹെഡ് ഉണ്ട് എന്ന് ആദ്യം കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം ആ ഉള്ള ഹെഡിൻ്റെ 10% കൂടുതലുള്ള മോട്ടർ നമ്മൾ നിർബന്ധമായിട്ടും വാങ്ങിച്ചിരിക്കണം. അതായത് നമ്മുടെ കിണർ 26 മീറ്റർ ആണെങ്കിൽ നമ്മൾ 28 മീറ്ററിന് മോട്ടർ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല. 33-ൻ്റെയോ 34-ൻ്റെയോ നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യണം. ഇവിടെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം HP ഏത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. HP ആൾക്കാർ ധരിച്ചിരിക്കുന്നത് 1 HP മോട്ടർ വാങ്ങിക്കുമ്പോൾ എന്നാൽ കുറച്ച് പൈസയിലേ അധികം ഉള്ള ഒരു 1.5 HP മോട്ടർ വാങ്ങിക്കാം, എന്നാൽ നമുക്ക് എപ്പോഴത്തേക്കും ആയല്ലോ എന്നുള്ള ചിന്താഗതിയിൽ പലരും ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പറയുന്നത് ആവശ്യമുള്ളതേ വാങ്ങിക്കാൻ പാടുള്ളൂ. ഒരു 100 രൂപയല്ല 10 രൂപ മാറ്റമായാലും നമ്മൾ 1.5 HP വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് 1.5 HP മോട്ടറിൻ്റെ ഹെഡ് 40 മീറ്റർ ഉണ്ടാവും. അതിൻ്റെ മിനിമം ഹെഡ് ഞാൻ നേരത്തെ പറഞ്ഞ 13 നിന്ന് 20 മാറും. വീണ്ടും അതിൻ്റെ ആയുസ് വീണ്ടും കുറയും. മോട്ടർ വർക്ക് ചെയ്യില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഒരു മോട്ടറിന് മിനിമം ഹെഡും മാക്സിമം ഹെഡും ഉണ്ട്. ആ മിനിമം ഹെഡിൻ്റെയും മാക്സിമം ഹെഡിൻ്റെ ഇടയിലുള്ള നല്ല ഒരു പോയിൻ്റ് ഉണ്ടാവും. ഒരു പമ്പിനെ സംബന്ധിച്ചോളം ഒരു 33 മീറ്ററിൻ്റെ ഒരു മോട്ടർ എടുത്തു കഴിഞ്ഞാൽ മിനിമം ഹെഡ് 13 മീറ്റർ, മാക്സിമം ഹെഡ് 33 മീറ്റർ. അപ്പോൾ 26 മീറ്ററിലായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരിക്കുക. ആ പെർഫോമൻസിൽ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സെലക്ഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സെലക്ഷനിൽ തന്നെ നമ്മൾ പമ്പിൻ്റെ മിനിമം ഹെഡും മാക്സിമം ഹെഡും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അത് ഏതൊരു കമ്പനിൻ്റെ ആയാലും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ലൂബി എന്ന പമ്പിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ ലൂബി മൊത്തമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഏതൊരു കമ്പനിക്കും അതിൻ്റെ മിനിമം ഹെഡും മാക്സിമം ഹെഡും ചാർട്ട് ഉണ്ടായിരിക്കും, ഏത് കമ്പനിക്കും. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാൻ നമ്മുടെ എടുക്കുന്ന ഷോപ്പുകാർ നമ്മളെ സഹായിക്കും. പിന്നെ അതിനൊക്കെ സമയമില്ലാത്തൊരു കാലത്തായതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതിനുള്ള കൃത്യമായ സെലക്ഷൻ ഞങ്ങളിവിടെ അതിനുവേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്, പമ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ രണ്ടാമത് സെലക്ട് ചെയ്യേണ്ട നമ്മൾ കാര്യമാണ് ഈ പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ സാധാരണ കിണറിലിടുന്ന മോട്ടർ അത് ഓയിൽ കൂളുമുണ്ട്, വാട്ടർ കൂളുമുണ്ട്. വാട്ടർ കൂളും അതിൻ്റെ ഈ ഓയിൽ കൂളും വാട്ടർ കൂളും എന്ന് പറയുന്നത് ഈ വെള്ളത്തിലിടുന്ന പമ്പിന് കൂളിംഗ് നടക്കാൻ വേണ്ടിയാണ് ഈ ഓയിൽ കൂളും വാട്ടർ കൂളും എന്ന് പറയുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കരക്ക് വെക്കുന്ന മോട്ടറിൻ്റെ പുറകിലൊരു ഫാൻ ഉണ്ടാവും. ഈ ഫാന് കറങ്ങിയിട്ടാണ് ഈ മോട്ടറിനെ തണുപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും. അപ്പോൾ ഈ വെള്ളത്തിലിടുന്ന മോട്ടർ നമുക്ക് ഫാന് വെക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഈ മോട്ടറിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ വെള്ളത്തിൻ്റെ കൂളിങ്ങിലാണ് ഈ മോട്ടർ ചൂടാകാതെ ഓടുന്നത്. അതാണ് വാട്ടർ കൂൾ മോട്ടർ. അടുത്തത് ഓയിൽ കൂൾ മോട്ടർ. ഓയിൽ കൂൾ മോട്ടറിൽ തണുക്കാൻ വേണ്ടി നമ്മൾ ഓയിലാണ് ഒഴിക്കുന്നത്.
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കൂൾ മോട്ടറിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ രണ്ട് സൈഡിൽ എന്ത് സാധനവും കറങ്ങാൻ വേണ്ടി ഫ്രിക്ഷൻ കുറയ്ക്കാൻ അവിടെ ഒരു സാധനം ഉണ്ടായിരിക്കണം. അപ്പോൾ വാട്ടർ കൂൾ മോട്ടറിൽ ബുഷാണ് ഉപയോഗിക്കുന്നത്, ഗൺമെറ്റലോ കോപ്പറോ ബുഷ്. അപ്പോൾ ബുഷും തമ്മിൽ ഒരയുമ്പോൾ പിന്നെ ഓയിൽ കൂൾ മോട്ടറിൽ ബെയറിംഗ് ഉപയോഗിക്കുന്നു. അപ്പോൾ ബെയറിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആണ് അതിലുണ്ടാവുക. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള തെറ്റിദ്ധാരണയിൽ ഓയിൽ കൂൾ മോട്ടറിലെ ഓയിൽ കിണറിലേക്ക് വന്നു കഴിഞ്ഞാൽ കിണർ വെള്ളം മോശമായി പോകുന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവെ ഒരു നല്ല ശതമാനം ആളുകളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ കൂൾ മോട്ടറിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ലിക്വിഡ് പാരഫിൻ എന്ന് പറഞ്ഞ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് പാരഫിൻ ഓയിലാണ്. ആ ഓയിൽ ഫുഡ് പർപ്പസിങ് ഓയിലാണ്, ഫുഡ് ഗ്രേഡ് പർപ്പസ് ഓയിലാണ്. അതുകൊണ്ട് ഇത് വെള്ളത്തിലായി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനോ ഒന്നും പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഓയിൽ കൂൾ മോട്ടർ ഇപ്പം ലൂബി എന്ന് പറയുന്ന കമ്പനി, ഞാൻ ചെയ്യുന്ന കമ്പനി, അതായത് ഞങ്ങൾ ചെയ്യുന്ന കമ്പനി 80 രാജ്യങ്ങളിൽ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഒരു സാധനം ഇത്രയും രാജ്യങ്ങളിൽ സപ്ലൈ ചെയ്യുമ്പം ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, അല്ലെങ്കിൽ അതോറിറ്റികളുണ്ട്, അങ്ങനെ ഒരു കിണർ മോശമാകുന്ന തരത്തിലുള്ള സംവിധാനം ഒരാളും അനുവദിച്ചു കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓയിൽ കൂൾ മോട്ടറിൻ്റെ മെയിൻ്റെനൻസ് എല്ലാവരിലേക്കും എത്തിപ്പെട്ടിട്ടില്ല, എല്ലാ ടെക്നീഷ്യന്മാരുടെ കയ്യിലും എത്തിപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് വാട്ടർ കൂളാണെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ മാരുതി കാർ വാങ്ങിക്കുന്നതും മറ്റൊരു കാർ വാങ്ങിക്കുന്നതും പോലെയാണ് അതിൻ്റെ കേസ്. മാരുതി കാർ ഏത് ടെക്നീഷ്യനും ഇന്ന് ശരിയാക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അത്രയും ഫ്രണ്ട്ലി. മാരുതി കാർ നമ്മളെ മലബാർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ, പുറത്ത് പോയില്ല. ഇവിടെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ കൂളിൻ്റെയും വാട്ടർ കൂളിൻ്റെയും മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇത് ആൾക്കാർ ഇപ്പോൾ എല്ലാവരും സാധാരണ ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ വാട്ടർ കൂളാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും ഓയിൽ കൂളിന് അവർ എത്ര, കാരണം റേറ്റിലും വ്യത്യാസമുണ്ട്, റേറ്റ് കുറവാണ് ഓയിൽ കൂളിന് റേറ്റിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ? അത് ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സംശയം, ഈ ഇതിൽ ഉപയോഗിക്കുന്ന ഓയിൽ കിണറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ പൈസ കൊടുത്തിട്ടാണ് കുഴൽ കിണർ ഒഴിക്കുന്നത്, 90,000 1,00,000 കൊടുത്തിട്ടാണ്. അതിലിടുന്ന മോട്ടർ ഇത് ഓയിൽ പുറത്ത് വന്നാൽ കിണർ മൊത്തമായിട്ടും നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളൊരു ധാരണ വരുമ്പം നിങ്ങളാണെങ്കിലും അത് പർച്ചേസ് ചെയ്യില്ല. കാരണം ഒരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് നമ്മൾ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്, വാട്ടർ കൂളും ചെയ്യുന്നുണ്ട്, ഓയിൽ കൂളും ചെയ്യുന്നുണ്ട്. ഓയിൽ കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യും. കാരണം ബെയറിംഗ്, ഞാൻ ആദ്യമേ പറഞ്ഞു, ബെയറിംഗ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞ വോൾട്ടേജിൽ വർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ മലബാറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മലയോര മേഖലയുണ്ട്, പയ്യാവൂർ, ചന്ദ്രക്കാമ്പാറ, ചെറിയരിക്കാമല, ആ സ്ഥലങ്ങളിൽ ഒരു വീടുണ്ടെങ്കിൽ വീടിന് 2.5 കിലോമീറ്റർ അപ്പുറമാണ് ട്രാൻസ്ഫോമർ ഉള്ളത്. അപ്പോൾ ഇവിടത്തേക്ക് വോൾട്ടേജ് കിട്ടുന്നില്ല. വാട്ടർ കൂൾ മോട്ടറിന് മിനിമം നല്ല 150 മുതൽ 200 വരെ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട ഗുണം. പിന്നെ രണ്ടാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റെനൻസ് ഈസിയാണ് ചെയ്ത് കഴിഞ്ഞാൽ. ചെയ്യാൻ ഒരു ട്രെയിനിങ് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണെന്ന് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെല്ലാ ടെക്നീഷ്യന്മാർക്കും നമ്മൾ ഓൾറെഡി ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. നമ്മളെ ഡീലേഴ്സ് കണ്ണൂരിൽ നമുക്കിപ്പം ഏകദേശം 60ഓളം വലിയ ഡീലേഴ്സും 140 ചെറിയ ഡീലേഴ്സും ഉണ്ട്. അവർക്കൊക്കെ വ്യക്തമായ ട്രെയിനിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് വാട്ടർ കൂൾ മോശമാണെന്നല്ല, ഇപ്പോൾ രണ്ടും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു വേണ്ടത് പിന്നെ വോൾട്ടേജ് കുറഞ്ഞ സ്ഥലമാണെങ്കിൽ അത് നിർബന്ധമായിട്ട് ഓയിൽ കൂൾ സെലക്ട് ചെയ്യണം. നേരെ മറിച്ച് വോൾട്ടേജിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ വാട്ടർ കൂൾ സെലക്ട് ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരു പ്രശ്നവും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. വോൾട്ടേജ് കുറഞ്ഞ സ്ഥലമെങ്കിൽ നമുക്ക് നമ്മുടെ മോട്ടറിന് ലൈഫ് കൂട്ടാനും ഇതിനായി ഓയിൽ കൂൾ മോട്ടർ തീർച്ചയായും സെലക്ട് ചെയ്യാം. അതിൻ്റെ ഓയിൽ ഒരിക്കൽ കൂടെ പറയുന്നു, ലിക്വിഡ് പാരഫിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു തരത്തിലും നിങ്ങളുടെ കിണറിനെ മോശമാക്കില്ല. അതുപോലെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ HP 1 HP ആണോ വേണ്ടത്, 2 HP ആണോ വേണ്ടത്, അല്ല 1.5 HP ആണോ വേണ്ടത്? ഈ HP ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ HP എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? HP എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച പോലെ തന്നെ ഹോഴ്സ് പവർ എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്ന ഒരു വാക്ക് മലയാളത്തിലേക്ക് പറയും. ഹോഴ്സ് പവർ, അത് മലയാളത്തിലേക്കല്ല, പവർ ഇംഗ്ലീഷാണ്. ഹോഴ്സ് പവർ HP. അപ്പോൾ ഈ ഹോഴ്സ് പവർ എന്ന് ഉദ്ദേശിക്കുന്ന അതിനെ തള്ളാനുള്ള കഴിവ് ഒരു തരത്തിൽ പറഞ്ഞാൽ. അപ്പോൾ 1 HP തള്ളുന്നതിനേക്കാളും കൂടുതൽ 1.5 HP തള്ളാൻ പറ്റും, അതാണ്. അപ്പോൾ നമ്മുടെ ഒരു കുഴൽക്കിണർ, ഒരു ഉദാഹരണത്തിന് 200 അടി ആഴമുള്ള കുഴൽക്കിണർ, അപ്പോൾ 250 അടി വീടടക്കം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ട മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 280 300 മോട്ടർ സെലക്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ 10% കൂട്ടി സെലക്ട് ചെയ്യണം. അന്നേരം ഈ ഹെഡിൻ്റെ വ്യത്യാസം വരുമോ? ഹെഡും വ്യത്യാസം വരും. HP മാറുന്നതോടെ തന്നെ ഹെഡും വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് പറയാൻ. 300 അടി എന്ന് പറയുന്ന മോട്ടർ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അത് 1 HP യിലുണ്ട്, 1.5 HP യിലുണ്ട്. അതാണ് അടുത്ത കൺഫ്യൂഷൻ വരുന്നത്. ഒരാൾ ചോദിക്കുന്ന കാര്യം 1 HP യിലും 300 അടി ഉണ്ട്, 1.5 HP യിലും 300 അടി ഉണ്ട്. എന്നാൽ പിന്നെ 1.5 HP എടുക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നത്. അത് ബോർവെല്ലാണ് പ്രധാനമായിട്ടും. 300 അടിയിലേക്കൊക്കെ പോകുമ്പോൾ ബോർവെല്ലാണല്ലോ സാധാരണ കിണറുണ്ടാകും. അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണറിൽ ബോർവെല്ലിലെ വെള്ളത്തിൻ്റെ അളവ് നമുക്കൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉറവ് പോലെയാണ് അതിന് വെള്ളം കിട്ടുക. അപ്പോൾ നമ്മൾ 90% ആൾക്കാരോട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ നമ്മൾ പറയുന്നത്, നിങ്ങളുടെ കുഴൽക്കിണറിൽ കുഴിച്ച ആളോട് ചോദിക്കണം എത്ര ഇഞ്ച് വെള്ളമുണ്ട്, അല്ലെങ്കിൽ 1 മണിക്കൂറിൽ എത്ര അടിക്കാം. അത് അവർക്ക് അറിയാൻ പറ്റും.
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം 300 അടിയുള്ള നിങ്ങളുടെ വീട്ടിൽ 300 അടി, എൻ്റെ വീട്ടിൽ 300 അടി. നിങ്ങളുടെ വീട്ടിൽ ഒരു മണിക്കൂറിൽ 2000 ലിറ്റർ വെള്ളമേ അടിക്കാൻ പറ്റും, എൻ്റെ വീട്ടിൽ 10,000 അടിക്കാൻ പറ്റും. എനിക്ക് 1.5 HP സെലക്ട് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് അടിച്ചാലും എൻ്റെത് 2000 അടിച്ചു കഴിഞ്ഞാൽ ബാക്കി അവിടെ വെള്ളമുണ്ട്. ആ സ്ഥലത്ത് അതിൻ്റെ മാറ്റം വരുന്നത് വെച്ചാൽ 1.5 HP ഒരു മണിക്കൂറിൽ പമ്പിൻ്റെ കപ്പാസിറ്റി 5000 ലിറ്ററാണെന്ന് വിചാരിക്കുക. പമ്പ് അടിക്കുന്ന കപ്പാസിറ്റി 5000 ലിറ്ററാണ്. അത് 1 HP 2000 ലിറ്ററേ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും വെള്ളമില്ലാതെ പമ്പ് ഓടാനുള്ള സാധ്യത അവിടെ കുറയും 1 HP വെച്ചാൽ. ഇപ്പുറം വെള്ളം കൂടുതലുള്ളതുകൊണ്ട് 1.5 HP വെച്ചിട്ട് നമ്മൾ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ പമ്പിന് ഇവിടെ നമ്മൾ 1.5 HP, നിങ്ങളുടെ വീട്ടിൽ വെള്ളം കുറഞ്ഞ വീട്ടിൽ 1.5 HP വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ഇട്ട് വെച്ചു, ടാങ്ക് നിറഞ്ഞില്ല, അപ്പം പമ്പ് വെള്ളമില്ലാതെ ഓടും. അപ്പോൾ ഈ പമ്പിൻ്റെ മോട്ടർ, ഈ ബോർവെൽ എന്ന് പറയുമ്പോൾ മോട്ടറും ഒരു പമ്പും 2 ഘടകങ്ങൾ കൂടിയതാണ്. അപ്പോൾ പമ്പിൻ്റെ അകത്തിരിക്കുന്നത് കോമൺ ആയിട്ടും ഒരു 90% കമ്പനീൻ്റെ ഉള്ളിൽ നൊറയിൽ ഇമ്പലർ എന്ന ഇമ്പലറാണ്, അത് പ്ലാസ്റ്റിക് ടൈപ്പ്. അപ്പോൾ വെള്ളമില്ലാതെ ഓടുമ്പം ഈ 2 ഇമ്പലറും കൂടെ പിടിച്ച് ചൂടായി അത് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കത്തിപ്പോവും സാധനം, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇമ്പലർ ഉരുകിപ്പോവും. ചൂടായി നമ്മൾ 2 പ്ലാസ്റ്റിക് കൂട്ടി ഉരച്ചാൽ എന്ത് സംഭവിക്കുന്നു? അത് വെള്ളത്തിലിട്ട് ഉരച്ചാൽ ഒന്നും സംഭവിക്കില്ല. വെള്ളത്തിലിട്ട് വെച്ചാൽ സംഭവിക്കില്ല, പുറത്തെടുത്തിട്ട് നമ്മൾ ഉരച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അത് തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നതുകൊണ്ടാണ് ഈ പമ്പ് സെലക്ഷൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പം ഒരു കമ്പനിയെ സംബന്ധിച്ച് ചാർട്ട് ഉണ്ടാവും, ഇത്ര മീറ്ററിൽ എത്ര ഹെഡ്, ഇത്ര ഹെഡിൽ എത്ര വെള്ളം. നിങ്ങൾ 60 മീറ്ററിൽ 1 മിനിറ്റിൽ 60 ലിറ്റർ വെള്ളം, 1 മണിക്കൂർ 3600. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഈ 60 മീറ്ററിൽ 40 ലിറ്റർ വെള്ളമുള്ള മോട്ടർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ 2400 ആവുന്നുള്ളൂ. അപ്പോൾ ബോർവെല്ലിൽ 100% സെലക്ട് ചെയ്യണം. പിന്നെ അതിൽ കേബിൾ സെലക്ഷൻ മറ്റൊരു പ്രധാന ഘടകമാണ്. കേബിൾ സെലക്ഷൻ കാരണം നമ്മൾ അതിന് ഉപയോഗിക്കുന്ന കേബിള് എത്ര ആഴം പോകുന്നുണ്ട്, എത്ര ആഴം വരെ എത്ര മീറ്റർ കേബിൾ കൊടുക്കാം, എത്ര ഗേജ് കൊടുക്കാം, അത് സെലക്ട് ചെയ്യാതിലും പരാജയം പല സ്ഥലത്തും നമ്മൾ സർവീസിന് പോകുമ്പോഴായാലും നമ്മൾ കാണുന്നുണ്ട്. അത് കൃത്യമായൊരു അറിവില്ലായ്മ, കസ്റ്റമറും കൂടി അതിൽ ബോധവാന്മാരാകണം. കാരണം ഇപ്പോൾ എല്ലാവരും നോക്കുന്നതെന്ന് വിചാരിച്ചാൽ ചെറിയ പൈസക്ക് കിട്ടുന്ന സംഭവങ്ങൾ, ഈ വയർ അയക്കാനാലും അതുപോലെ തന്നെ മോട്ടർ അയക്കാനാലും ചെറിയ പൈസ. അത് ഏത് കമ്പനിയാണെന്നോ, അത് നമ്മൾ സാധാരണ പറയുന്ന പോലെ കോയമ്പത്തൂർ, നമ്മളിവിടെ കോപ്പി സാധനത്തിന് പറയുന്നത് കോയമ്പത്തൂർ മോട്ടർ എന്നാണ്. ചില ആൾക്കാർക്ക് അത് നല്ല ലൈഫ് കിട്ടുന്നുണ്ട്, ചില ആൾക്കാർക്ക് പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വിഷയമാണ് എല്ലാവർക്കും ഉള്ളത്, ഈ ക്യാഷിൻ്റെ ഒരു അത്രയും കുറയുന്നത്. അപ്പോൾ ഈ വയറിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ഇതാകുന്നത്? ഈ നമ്മുടെ മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ടിലാണല്ലോ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതിനൊരു കൃത്യമായ തിയറി ഉള്ള ഒരു സാധനമാണ് ഈ കറണ്ട്. HP ആയാലും വയറിന് അളവായാലും തിയറി. ആ തിയറിയിൽ നിന്ന് മാറുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ലാഭം കറണ്ട് തിന്ന് തീർക്കുന്നുണ്ട് അപ്പുറത്ത്, അതറിയാതെ. അത് നിങ്ങൾ EMI അടക്കുന്നത് മാസം അടക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ സെലക്ട് ചെയ്ത മോട്ടർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു മാസം 10 യൂണിറ്റ് ആകുന്നതെങ്കിൽ നിങ്ങൾ 15 യൂണിറ്റ്, 5 യൂണിറ്റിൻ്റെ പൈസ 35 രൂപ നിങ്ങൾ അധികം അടക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിന് വില മോട്ടർ. നിങ്ങളുടെ വീട്ടിൽ പല പ്രൊഡക്റ്റും ഉണ്ട്. ഇതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റിലും സെലക്ഷൻ അത്യാവശ്യമുള്ള ഘടകം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ EMI ആയിട്ട് അടക്കുന്നതുകൊണ്ട് നിങ്ങളെ ബാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക്. പക്ഷേ ഇതിൻ്റെ ലൈഫും കുറയുന്നുണ്ട്. അതായത് കേബിൾ സെലക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു 1 HP മോട്ടർ ലൂബിൽ തന്നെ എടുത്ത് പറയാം. കാരണം ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടെ. അപ്പോൾ ഒരു 1 HP മോട്ടർ 250 ഡിയിൽ മോട്ടർ നമ്മൾ ഓയിൽ കൂൾ മോട്ടർ ഇറങ്ങി കഴിഞ്ഞാൽ അതിന് 2.5 കേബിൾ കൊടുത്താൽ 6 ആംസിലാണ് അത് വർക്ക് ചെയ്യുക. 6 ആംസിലാണ് വർക്ക് ചെയ്യുക കറക്റ്റ്. അത് 1.5 കൊടുക്കുമ്പോൾ 8 ആംപിയറിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും കറണ്ട് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മോട്ടറിൻ്റെ ആംപിയർ കൂടുന്ന വെച്ചാൽ മോട്ടറിൻ്റെ ലൈഫും കുറഞ്ഞു വരുന്നത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മോട്ടർ കംപ്ലൈൻ്റ് ആകുന്നത് ആ ഒരു ദിവസത്തെ പ്രശ്നം കൊണ്ടല്ല, ഒരിക്കലുമല്ല. ചിലപ്പോൾ പോലും പറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല വോൾട്ടേജ് ഉണ്ടായിരുന്നു എന്നിട്ടും പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് ഇവർ ഉപയോഗിച്ച് അതിൻ്റെ ലൈഫ് കുറഞ്ഞു. നമ്മുടെ മനുഷ്യൻ്റെ ആയുസ് പറയുന്ന പോലെ തന്നെ ഓരോ പ്രശ്നങ്ങളിലും ആയുസ് കുറഞ്ഞത്. അങ്ങനെ ഒരു ദിവസത്തെ ഒറ്റയൊരു പ്രശ്നം കൊണ്ടല്ല മോട്ടർ സംഭവിക്കും. അപ്പോൾ സെലക്ഷൻ 100% ക്ലിയർ ആക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ കറണ്ട് നഷ്ടവും മോട്ടറിൻ്റെ പ്രശ്നങ്ങളും ഒഴിവാക്കും. 90% നമുക്ക് ക്ലിയർ ആകുന്ന 100% നമ്മൾ ഒഴിവാക്കാൻ നല്ല പറയുന്നത്, പല ഘടകങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ ഒഴിവാക്കാൻ പറ്റുന്ന കുറേ സെലക്ഷനിൽ നമുക്ക് ശ്രദ്ധിക്കാം. മെയിനായിട്ട് ഈ മോട്ടറിന് കൂടുതലും കംപ്ലൈൻറ്റ് സംഭവിക്കുന്നത് ഈ ചൂട് കാലത്താണ്. നമ്മളെ വെയിൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സമയത്താണ് എല്ലാവരുടെയും മോട്ടർ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നത്. അതെന്താ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? 90% മോട്ടറുകൾ ഇപ്പം സബ്മേഴ്സിബിൾ മോട്ടറിലേക്ക് വന്നു. അതായത് വെള്ളത്തിലിടുന്ന മോട്ടറിലേക്ക് 90% മോട്ടറുകളും വന്നു. അപ്പോൾ ഈ മോട്ടർ നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് 1000 ലിറ്റർ ടാങ്കാണെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണ കിണർ മോട്ടറിൽ നിങ്ങൾ വെള്ളം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടുകാർ എപ്പോഴാണ് മോട്ടർ ഓഫ് ആക്കുന്നത്? ടാങ്കിൻ്റെ ഓവർഫ്ലോ വന്ന് പുറത്തേക്ക് വെള്ളം വരുമ്പോൾ മാത്രമാണ് ഈ മോട്ടർ ഓഫ് ആക്കുന്നത്. അപ്പോൾ 500 ലിറ്റർ നിറയുന്ന സമയത്ത് കിണറിലെ വെള്ളം തീർന്നു. പിന്നെ ഉറവ് വന്നിട്ട് വരുന്ന വെള്ളം നിറഞ്ഞിട്ടാണ് 1.5 മണിക്കൂറും 2 മണിക്കൂറും നിറയുന്നത്. അപ്പോൾ അത്രയും സമയം വെള്ളമില്ലാതെയാണ് ഇത് ഓടുമ്പോൾ ഇതിൻ്റെ ഹീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു കൂളിംഗ് പർപ്പസിന് വേറെ ഒരു മാർഗ്ഗവും ഇതിനില്ല. ഇതിൽ ഒഴിച്ച വെള്ളവും ഇപ്പോൾ പുറത്തുള്ള വെള്ളമാണ്. അപ്പോൾ പുറത്തുള്ള വെള്ളം തീരുമ്പോൾ ഇതിൽ ഒഴിച്ച വെള്ളം ചൂടാവും.
അപ്പോൾ അങ്ങനെ മോട്ടർ വെള്ളം ഇല്ലാതെ ഓടുമ്പം വരുന്ന സംഭവമാണ് 90% വേനൽക്കാലങ്ങളിൽ മോട്ടർ കംപ്ലൈൻ്റ് ആകാനുള്ള കാരണമായിട്ട് നമുക്ക് റിപ്പയറിന് വരുമ്പോൾ കണ്ടുവരുന്നത്. പിന്നെ കാലപ്പഴക്കം കൊണ്ടും ഒരു പ്രൊഡക്റ്റിനുള്ള കാലാവധി കഴിയുമ്പോഴും കംപ്ലൈൻ്റ് ആകുന്നത് കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വേനൽക്കാലത്ത് കണ്ടുവരുന്ന കാര്യം കാരണം കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൽ വാട്ടർ കൂളിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം നമ്മളെല്ലാം വാടകയ്ക്ക് മോട്ടർ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ ഓരോ പാർട്ടി വരുമ്പോൾ അവർക്ക് ഉപയോഗിച്ച് ചെയ്യാനാണ് അതിൻ്റെ ഇത് നോക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കിണറിൽ തന്നെ സ്ഥിരമായിട്ട് വെക്കുന്നത് അതിനാരും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വെള്ളം ഇല്ലാത്തതും ഒരു കംപ്ലയിൻറ്റ് പറയുന്നത്. കാരണം വെള്ളമില്ലാതെ അത് കത്തിപ്പോയി എന്നുള്ളൊരു പരാമർശം കൂടി വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഒരു വീട്ടിൽ വെക്കുന്ന മോട്ടർ നമുക്ക് നിങ്ങൾ വാടക കൊടുക്കും, രണ്ടാമത്തെ തിരിച്ചെത്തും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാം. ഒരു വീട്ടിൽ വെക്കുന്ന മോട്ടർ ഒരിക്കലും നമുക്ക് എടുത്ത് ചെക്ക് ചെയ്യുക എന്നുള്ള പ്രായോഗികമായ കാര്യമല്ല. പിന്നെ ഇതിൻ്റെ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് സീൽഡാണ് സാധനം. ഇതിൻ്റെ ഉള്ളിൽ സീലാണ്. വെള്ളം ഒരിക്കലും പുറത്തു പോകില്ല, ചൂടായി തീരുകയില്ല. കാരണം പുറത്തുനിന്ന് വെള്ളത്തിന് തണുപ്പ് കിട്ടുന്നതുകൊണ്ട് ഇത് പറ്റിത്തീരുന്നില്ല. അപ്പോൾ ഈ സീല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു ഇമ്പലറിൻ്റെ സൈഡിൽ ഒരു സീലുണ്ട്. ആ സീല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒഴിച്ച വെള്ളം പുറത്തേക്ക് പോകും. പിന്നെ അത് അകത്തേക്ക് കയറാൻ ഒരു മാർഗ്ഗം അതിനില്ല. അങ്ങനെയാണ്. വെള്ളമില്ലാണ്ട് പഴക്കം വന്നാൽ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. പിന്നെ ഈ വാടക കൊടുക്കുന്ന മോട്ടറുകളിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ഈ കിണർ വറ്റിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ മോട്ടർ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് വറ്റിക്കുന്ന കാര്യങ്ങളും ഓരോരൊക്കെ അങ്ങനെയുള്ളൊരു കാരണം അവർ ആ വെള്ളം ഇപ്പോൾ വെറ്റിക്കുക എന്നുള്ളൊരു പർപ്പസിനാണല്ലോ അവരെടുക്കുന്നത്. അപ്പോൾ അവർ ആ ഒരു സംഭവം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വെള്ളം പോയാൽ നിങ്ങൾ രണ്ടാമതും വെള്ളം ചെക്ക് ചെയ്യുന്നു. കാരണം നിങ്ങൾ മോട്ടറിൻ്റെ ലൈഫിന് എന്തായാലും റെഫ്യൂസാണ്. വീട്ടിൽ റെഫ്യൂസ് അല്ല. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർഫ്ലോന്ന് വെള്ളം കണ്ടു കഴിഞ്ഞാലാണ് മോട്ടർ ഓഫ് ആക്കുക. ആരും മോട്ടറിനെ കെയർ ചെയ്യുന്നില്ല. രണ്ടാമത് വോൾട്ടേജ് ആരും നോക്കുന്നില്ല. എല്ലാവരും പോയി പൈപ്പ് തിരിച്ച് ടാങ്കിൽ വെള്ളമില്ലാന്ന് കാണുമ്പോഴാണ് മോട്ടർ ഓണാക്കാൻ പോകുന്നത്. ആ സമയത്ത് വോൾട്ടേജ് ഉണ്ടോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് കുറച്ച് ഒരു 10, 60, 65 വയസ്സായുള്ള ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർ രാവിലെ 4 മണിക്ക് അലാറം വെച്ച് എണീച്ച് മോട്ടർ ഒന്ന് കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിത് ഒന്ന് ഈ തിയറി ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം എന്ന് അവരോട് പറഞ്ഞാൽ അവരൊരാളെയും മോട്ടർ ഓണാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ശ്രദ്ധിക്കും. ഇന്ന് തിരക്കുപിടിച്ച ജീവിതത്തിൽ ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ മോട്ടോർ റിപ്പയർ ചെയ്യുന്ന ആളാണ്. ഇപ്പം കൊണ്ടുവന്നവർക്ക് അന്ന് തരാൻ പറ്റുന്നില്ലെങ്കിൽ പുതിയത് എടുക്കാന്നുള്ള കണ്ടീഷനിലേക്ക് ആൾക്കാരുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞു. പണ്ട് 6 ദിവസം 7 ദിവസം കാത്തിരുന്നിട്ട് മോട്ടോർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അല്ല, ഇപ്പോൾ ആ പ്രശ്നം ഉണ്ടാകുന്നത് ഒന്നാമത്തെ കാരണം ഇന്ന് പല വീടുകളിലും ബോർവെല്ല് മാത്രമേ ഉള്ളൂ, കിണറില്ല. അപ്പോൾ ബോർവെല്ല് ഉപയോഗിക്കേണ്ട ആൾക്കാരാകുമ്പോൾ അവർക്ക് വെള്ളമില്ലാതെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത് ശരിയാക്കിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്താത്തത്. ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലെല്ലാം ബോർവെല്ല് മാത്രമേ ഉള്ളൂ, കിണർ എന്ന് പറയുന്ന സംഭവമില്ല. അപ്പം അങ്ങനെയുള്ള വീടുകളിലേക്ക് വെള്ളത്തിൻ്റെ വെള്ളം മുട്ടുക തന്നെയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പരമാവധി സെലക്ഷൻ നോക്കി എടുക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ, പെട്ടെന്ന് വരാതിരിക്കാൻ സെലക്ഷൻ നോക്കി എടുക്കണം എന്ന് നമ്മൾ എടുത്തു പറയുന്നത്. പിന്നെ ബോർവെല്ലിൽ വെള്ളം എടുക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പണ്ട് നമ്മളൊരു പ്രത്യേക ഒരു പൈപ്പ് ഉണ്ടാക്കിയിട്ട് കോരുന്ന ഒരു സംഭവം, അത് ബോർവെല്ലിൽ വിട്ട് കഴിഞ്ഞാലും കിണറിൽ വെള്ളം എടുക്കാൻ മാർഗമുള്ള കാലഘട്ടത്തിൽ ഞാനിപ്പം പല സ്ഥലത്തും പോയാലും കിണറിന് കപ്പിയില്ല. മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് കപ്പിയും കയറും തൊട്ടിയും വാങ്ങിച്ചുകൊണ്ടിട്ട് വീട് ഞാനുണ്ട് ടൗണിൽ വന്നിട്ട്. കാരണം 2 ദിവസം എടുക്കും ശരിയായ. അവർ കപ്പിയില്ല, അവർ വെച്ചിട്ടില്ല, ഉപയോഗിച്ചില്ല. അടുപ്പില്ലാത്ത വീട്ടിൽ പോകുന്ന കാലമായത്, ഗ്യാസിലേക്ക് പോകുന്ന കാലഘട്ടം. അപ്പം അതുകൊണ്ട് ആൾക്കാർ മാറ്റുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതിൽ നമ്മളെ കമ്പനി കൊടുക്കുന്ന ഒരു ഓഫർ ഇതിൻ്റെ ഇതായിട്ട് പറയുന്നതല്ല. നമ്മൾ ഓൺ ദി സ്പോട്ട് തന്നെ വേറെ പീസ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺ സ്പോട്ട് തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അയൽവക്കത്താന്ന് തോന്നുന്നു, അവിടെ മോട്ടർ ആദ്യം ഒരു കോയമ്പത്തൂർ മോട്ടർ വാങ്ങി, അതിന് കൂടുതൽ ലൈഫ് കിട്ടിയില്ല, അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. അതിനുശേഷം വേറെ നല്ലൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങി, അത് അവർക്ക് ഇതുപോലെ ചൂട് കാലമാകുമ്പോൾ അത് കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ രണ്ടാമത് അത് ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്, റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മോട്ടറിന് വരുന്നുണ്ടോ? ഇത് നമുക്ക് എല്ലാ മോട്ടറും റിപ്പയർ ചെയ്യാൻ പറ്റുമോ, അതോ ചില മോട്ടറുകൾ മാത്രമേ റിപ്പയർ ചെയ്യാൻ പറ്റും? എല്ലാ മോട്ടറും റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നല്ല അവർ പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നത് ഞാനും പറയുമ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വാക്കിലേക്ക് ഞാൻ കിടക്കാറില്ല. പക്ഷേ പുതിയതിൻ്റെ ലെവലിലേക്ക് ഇതിൻ്റെ പൈസ എത്തും എന്നുള്ളൊരു ലെവൽ. പുതിയ വാങ്ങിക്കുന്നതിൻ്റെ പൈസയിലേക്ക് നമ്മൾ മാനുവലിയാണ് ഇത് ചെയ്യുന്നത്. കോപ്പർ വാങ്ങിച്ചു, വൈൻഡ് ചെയ്തു, ലെയ്ത്ത് കൊടുത്ത് പുഷ് അടിച്ചു, ഇതൊക്കെ ചെയ്യുമ്പം നിങ്ങളൊരു 6000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന മോട്ടറാണെങ്കിൽ 4500 എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ റിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളോട് പറഞ്ഞ് ഇതിന് ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയത് വാങ്ങിക്കാൻ മാത്രമേ ശ്രമിക്കൂ. പിന്നെ നിങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞൊരു കോയമ്പത്തൂരിൻ്റെ പേരിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചു. കോയമ്പത്തൂർ മോട്ടർ എന്ന് പറയുന്നത് അതൊരു ജനങ്ങളുടെ മനസ്സിൽ ഇപ്പം പല വലിയ ബ്രാൻഡുകളും കോയമ്പത്തൂരിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പം CRI ആകാശ് കോയമ്പത്തൂർ മാനുഫാക്ചർ, അതുകൊണ്ടൊരു കോയമ്പത്തൂർ മോട്ടർ ആകുന്നില്ല അത്. അപ്പോൾ അതിൻ്റെ എന്താണോ ഡിസൈൻ ചെയ്ത് ആക്കിയിരിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മളതിനെ കൃത്യമായിട്ടും നോക്കുന്നത്, ക്വാളിറ്റിയാണ്. അപ്പോൾ അത് കോയമ്പത്തൂർ മോട്ടർ എന്നുള്ള രീതിയിലേക്കല്ല,
അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ ആ ഡിസൈൻ കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ലൈഫ് കൂടും. നിങ്ങൾ നേരത്തെ പറഞ്ഞ 2 പ്രാവശ്യവും അത് പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായൊരു സ്റ്റഡി ചെയ്യേണ്ട കാര്യമുണ്ട്. രണ്ടിനും ഒരേ പ്രശ്നമാണോ സംഭവിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ കേബിൾ സെലക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞിട്ടാണോ ഇത് കത്തിയത്, അങ്ങനെ സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം. ഒരേ സ്ഥലത്ത് 2 പ്രാവശ്യം സംഭവിച്ചെങ്കിൽ. അതന്നെ ഒരേ സ്ഥലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ മോട്ടർ താക്കാതിരിക്കുക, പമ്പ് സെറ്റ് താത്തിട്ടില്ല, കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് അവരിപ്പോൾ ബോർവെല്ലിൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അതുപോലെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ ബോർവെല്ലിൽ മോട്ടർ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥ. അതിനെപ്പറ്റി അതിൻ്റെ എന്താ പ്രധാന കാരണം? മോട്ടർ കുടുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പണ്ട് കാലങ്ങളിൽ പിന്നെ 5 ഇഞ്ച് വ്യാസമുള്ള ബോറായിരുന്നു അടിച്ചിരുന്നത്. കാരണം പണ്ട് വലിയ വണ്ടി കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൽ നമ്മൾ അന്നത്തെ ഇതിൽ ഡിസൈൻ ചെയ്തിട്ട് 3 ഇഞ്ച് എന്ന് പറയുന്നൊരു മോട്ടർ ഇടുന്നുണ്ടായിരുന്നു. നമ്മളെ ബോറിൻ്റെ അകത്ത് 3 ഇഞ്ച് വലുപ്പമുള്ള മോട്ടർ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോറും ഈ മോട്ടറും തമ്മിലുള്ള ഒരു അലവൻസ് നമുക്ക് കിട്ടിയിരിക്കണം, പ്രധാനമായിട്ടും ഒരു കാര്യം. രണ്ടാമത് കുടുങ്ങുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈപ്പ് ഇട്ടതിൻ്റെ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 തരം പാറയുണ്ടാവും, നല്ല കട്ടിയായ പാറയും കട്ടി കുറഞ്ഞ പാറയും. അപ്പോൾ ഇത് ഇടിഞ്ഞിടിഞ്ഞ് വീഴുമ്പോൾ ഇതിൻ്റെ സൈഡിൽ തങ്ങി നിൽക്കും. അങ്ങനെ നമ്മൾ ഈ നിങ്ങൾക്കറിയാലോ സിമെൻറ്റ് മിക്സ് ചെയ്ത് എങ്ങനെയുണ്ട് അതുപോലത്തെ പൊടി ചെയ്ത്, അപ്പോൾ ഇത് ഇങ്ങോട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. അതിൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ സെലക്ഷനെ വലിയ കുറ്റത്തിനകത്ത് പറയാൻ പറ്റില്ല. കാരണം ആ ബോറിനെ കുറിച്ച് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ബോറിൽ വെക്കേണ്ട സാധനം എന്താണെന്ന് കൃത്യമായിട്ട് ബോർ അടിച്ചവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ വെക്കാൻ പോകുന്ന ടെക്നീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഡീലർ ഈ 3 ആളും കൂടിയുള്ള ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ പമ്പ് സെലക്ഷൻ പൂർണ്ണമായും വിജയത്തിലെത്തൂ. കസ്റ്റമർ, ബോർവെല്ലിൻ്റെ കാര്യത്തിലാണ്, ബോർവെൽ അടിച്ച ആൾ, ടെക്നീഷ്യൻ, പമ്പ് സപ്ലൈ ചെയ്യുന്നവർ, ഈ 3 ആളും കൂടിയുള്ള ഒരു കൂട്ടായ തീരുമാനം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തന്നെ ശരി അവൻ പറയുന്നത് തന്നെ ശരി എന്നുള്ള തീരുമാനത്തിൽ ഈ പമ്പ് സെലക്ഷൻ പരാജയമായിരിക്കും. അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആര് വിളിച്ചാലും അതാ പറയാം, ബോർവെല്ലിൻ്റെ ആൾ നമ്പർ വേണം. അപ്പോൾ അവർ പറയും നിങ്ങളവിടെ കംപ്രസർ വെച്ച് മാറി. ഈ ബോർവെൽ മോട്ടർ മുന്നേ ഒരു കംപ്രസർ എന്ന് പറഞ്ഞാൽ എയർ താഴേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സംവിധാനം ഉണ്ടാവും. അപ്പോൾ മോട്ടർ പുറത്താണ് ഉണ്ടാവുക. അപ്പം കംപ്രസർ താഴേക്ക് വലിച്ചുകൊണ്ട്, അപ്പോൾ ആ സ്ഥലത്ത് കംപ്രസർ വെച്ച് കഴിഞ്ഞാൽ പൊടി കൊടുങ്ങാനോ ഒന്നുമില്ല. അപ്പോൾ അത് പക്ഷേ ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് സമയം എടുക്കും, ഒരുപാട് കറണ്ടും ചിലവും. പക്ഷേ അത് മാത്രമേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെയ്തേ പറ്റൂ. കാരണം ഇത് കുടുങ്ങിയിട്ട് നഷ്ടം വരുന്നതിനേക്കാളും, കാരണം കുടുങ്ങിയത് പൊക്കാൻ വേണ്ടിയിട്ട് 8,000 വാങ്ങിക്കുന്നവരുണ്ട്, 12,000 വാങ്ങിക്കുന്നവരുണ്ട്, പിന്നെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ പമ്പ് സെലക്ഷനിൽ അല്ല, ചില കേസുകളിൽ ബോർവെൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വന്നിട്ടുണ്ട്, മോട്ടർ കിട്ടാത്തതുകൊണ്ട്. കേസുകളിൽ ഞാനങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും പമ്പ് സെലക്ഷൻ്റെ കുറ്റത്തിലേക്ക് നമ്മൾ ആ ഗണത്തിൽ പെടുത്തരുത്. കാരണം ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകരായാലും പ്രേക്ഷകർ മനസ്സിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണം വരും. കാരണം കാര്യങ്ങളും നമ്മൾ സംഭവം ഞാനിത് ചോദിക്കാൻ കാരണം ഇതും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോയെന്ന് അറിയാൻ പറ്റും, പമ്പ് സെലക്ട് ചെയ്യുന്നതിലും. കാരണം ചില ആളുകൾ ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് പമ്പ് സെറ്റിൻ്റെ ഇതുകൊണ്ടാണ് മോട്ടർ പമ്പ് സെറ്റ് എടുക്കാൻ പറ്റാത്തതെന്ന്. അങ്ങനെയുള്ള ഇത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ഇതിൽ ആവർത്തിച്ചത്. അപ്പം അത് പറയുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ 5 ഇഞ്ച് വ്യാസമുള്ള അന്ന് പണ്ട് കംപ്രസറാക്കിയ ബോർവെല്ല് കസ്റ്റമർ കുറച്ച് ഡെവലപ്പൊക്കെ ആയപ്പോൾ സമയത്ത് ഇത് രാത്രി കടകടിക്കുന്ന ഒച്ചയ്ക്ക് വേണ്ടി പമ്പ് മാറ്റാൻ വേണ്ടി തിരിക്കും. പമ്പ് മാറ്റാൻ വേണ്ടി തിരിക്കുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ 3 ഇഞ്ച് മോട്ടറുകൾ കുറവാണ്. കാരണം കമ്പനികൾ പ്രൊഡക്ഷൻ നിർത്തി വരണം. ഒന്ന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ബോർവെല്ല് കുറവ്, രണ്ടാമത് ഇതിൻ്റെ കണക്ഷനും സെറ്റിങ്സും കാര്യങ്ങളും ചെറുതായതുകൊണ്ട് പൊടി കൊടുക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 4 ഇഞ്ച് മോട്ടർ വാങ്ങിച്ചിട്ട് 5 ഇഞ്ച് ബോറിലിറക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അലവൻസ് വളരെ കുറവായിരിക്കും. അത് തെറ്റായ രീതിയാണ്. അത് ഒരിക്കലും ആരും കസ്റ്റമർ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. കംപ്രസറിൻ്റെ ഒച്ച കൊണ്ട് ശല്യമാകുന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് മോട്ടർ മാത്രം അന്വേഷിച്ച് കണ്ടെത്തി ഇടുക. 4 ഇഞ്ച് മോട്ടർ വാങ്ങിച്ചാൽ അതിന് അലവൻസ് പറയും. അത് കസ്റ്റമർ ടെക്നീഷ്യനോടായാലും പറയാം, ഡീലറോടായാലും പറയാം, ഒരു ഷോപ്പിലായാലും പറയാം. ഇപ്പം ഞാൻ തന്നെ ഷോപ്പ് നടത്തുമ്പം 3 ഇഞ്ച് മോട്ടർ ലഭ്യത കുറവാണെങ്കിൽ തന്നു ചോദിച്ചാൽ 4 ഇഞ്ച് എടുത്ത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കച്ചവടത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് കസ്റ്റമർ കൃത്യമായും ബോധവാനായിരിക്കണം. അതിലിറക്കാൻ പറ്റില്ല, എനിക്ക് 3 ഇഞ്ച് മതിയെന്ന് തുറന്ന് പറയാനുള്ള കസ്റ്റമർ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത് ഇതിൻ്റെ പ്രശ്നം കണ്ടുവരുന്നത് കൂടുതൽ ആളുകളും ഈ പമ്പ് സെറ്റിൽ ബോധവാന്മാരല്ല, പമ്പ് സെറ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബോധവാന്മാരല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പലതും പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കട്ട് ചെയ്തേ കിട്ടിയാ. അതുപോലെ നമ്മൾ ഈ കണ്ടുവരുന്ന മെയിൻ പ്രശ്നമാണ് ഈ മോട്ടർ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ മോട്ടർ ഒരു കംപ്ലൈൻ്റ് ആകുന്നൊരു സംഭവം. അതെന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള മെയിൻ കാരണം? ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ മോട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന വാട്ടർ കൂൾ മോട്ടർ പ്രധാനമായിട്ട് കൂടുതലും അത് കണ്ടുവരുന്ന വാട്ടർ കൂൾ മോട്ടറിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബുഷാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂളിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളവുമാണ്. അപ്പോൾ ഈ വെള്ളം ഇതിൽ ഒഴിച്ചു വെച്ച് നിങ്ങൾ ഈ പമ്പ് തിരിയാതിരിക്കുമ്പോൾ കുറച്ച് കാലം നോക്കുമ്പോൾ അതിൽ റെസ്റ്റ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് റെസ്റ്റ് പിടിച്ച് ടൈറ്റായിട്ട് മോട്ടർ വർക്ക് ചെയ്യാതെ പിന്നെ നമ്മളൊന്ന് അഴിച്ച് രണ്ടാമത് സെറ്റ് ചെയ്ത് റെഡിയാക്കണം. നേരെ മറിച്ച് ഓയിൽ കൂളാകുമ്പോൾ ബെയറിംഗ് ആയതുകൊണ്ട് ഓയിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മോട്ടർ വർക്ക് ചെയ്യാതിരിക്കില്ല. അതാണ് അതിൻ്റെ ഒരു തിയറി.
ഉള്ളത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്നത് ഈ കപ്പാസിറ്റർ, ഇതിൻ്റെ കപ്പാസിറ്റർ കത്തിപ്പോവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക, അങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? കപ്പാസിറ്റർ കത്തുന്നതും പൊട്ടുന്നതൊക്കെ ഈ പമ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. വോൾട്ടേജ്, പിന്നെ കപ്പാസിറ്ററിൻ്റെ ക്വാളിറ്റി. ഇപ്പം പല ബ്രാൻഡ് കപ്പാസിറ്ററുകളും നമ്മൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 90% പമ്പുകാരുടെ കൂടെ പമ്പിൻ്റെ ആൾക്കാർ തന്നെ പാനൽ ബോർഡ് കൊടുക്കുന്നുണ്ട്, അവരുടെ ബ്രാൻഡ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്റർ പൊട്ടാൻ കണ്ടുവരുന്ന പ്രധാന കാരണം വോൾട്ടേജ് കുറഞ്ഞ സമയത്ത് ഉപയോഗിക്കുമ്പോഴാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ടല്ല, ഘട്ടം ഘട്ടമായിട്ട് വോൾട്ടേജ് കുറഞ്ഞ സമയത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് ശരിക്കും ബോർവെൽ മോട്ടറിലൊക്കെ ശരിക്കും കസ്റ്റമർക്ക് ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ബോർവെൽ മോട്ടർ എല്ലാവരുടെ വീട്ടിലുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 മീറ്റർ ഉണ്ടാവും. ഒന്ന് വോൾട്ടേജ് കാണിക്കാനുള്ള മീറ്ററാണ്, രണ്ടാമത്തേത് മോട്ടർ എടുക്കുന്ന ആംബിയർ കാണിക്കാനുള്ള മീറ്ററാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കസ്റ്റമർ സമയത്തുള്ള കസ്റ്റമർ നോക്കുമ്പം നമ്മൾ മോട്ടർ ഓണാക്കാൻ പോകുമ്പോൾ ഒരു 200 210 വോൾട്ടേജ് ഉണ്ടെങ്കിൽ മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓണാക്കിയതിന് ശേഷം അത് നോക്കുമ്പോൾ 180 ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് 180 ആണെങ്കിൽ മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ അത് 130 ഉണ്ടാവും, അല്ലെങ്കിൽ 140 ഉണ്ടാവും. അപ്പോൾ പരമാവധി വോൾട്ടേജ് ഉള്ള സമയത്ത് ഈ മോട്ടർ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാം. രണ്ടാമത് ആംബിയർ. ഒരു മോട്ടറിന് ഇത്ര ആംബിയർ എടുക്കാം, 1 HP-ക്ക് ഇത്ര ആംബിയർ എടുക്കാമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. കമ്പനി അതിൻ്റെ നെയിം പ്ലേറ്റിലുണ്ടാവാം. അതല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന ടെക്നീഷ്യന്മാർ മോട്ടർ ഫിറ്റ് ആയി കൊടുത്താൽ ഈ സൂചി ഇതിനപ്പുറം പോയാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് മാർക്കറ്റിനെ കൊണ്ടൊക്കെ വരച്ചു കൊടുക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ. അപ്പം ഒരു ഉദാഹരണത്തിന് 1 HP മോട്ടർ ആംബിയർ മീറ്റർ, വോൾട്ടിമീറ്റർ ഞാൻ പറഞ്ഞല്ലോ വോൾട്ടേജ് നോക്കാൻ വേണ്ടി ആംബിയർ മീറ്റർ എന്നുണ്ട്. അതിനെടുക്കാൻ പറ്റുന്ന പരമാവധി ആംബിയർ 9 ആണെങ്കിൽ അത് നല്ല വർക്കിംഗ് ടൈമിൽ എടുക്കുന്ന 6 ആയിരിക്കും. അപ്പോൾ നമ്മൾ വോൾട്ടേജ് കുറഞ്ഞ സമയത്ത്, വോൾട്ടേജ് എപ്പോഴും ആംബിയറിന് എതിരാണ്. വോൾട്ടേജ് കുറയുന്തോറും ആംബിയർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 6 എടുക്കേണ്ട സാധനം 9 വരെ എടുത്ത് തൽക്കാലം പ്രശ്നമില്ലെന്നിരിക്കാം. അത് പക്ഷേ 10-ലോ 11-ലോ പോകുന്നുണ്ടെങ്കിൽ മോട്ടറിൻ്റെ ലൈഫ് കുറയും. അതെടുക്കാനുള്ള കാരണം ഇതാണ്, വോൾട്ടേജ് കുറവ് പ്രധാനമായ കാരണം. പിന്നെ മോട്ടോർ പഴകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബുഷിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ സംഭവിക്കാം. അപ്പോൾ പ്രധാന കാരണം ഇതായതുകൊണ്ട് പരമാവധി വോൾട്ടേജ് ഉള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത് ഇപ്പം ഈ ആധുനിക കാലഘട്ടത്തിൽ അതിനൊക്കെ കുറേ ആധുനിക സംവിധാനങ്ങളുണ്ട്. ഇപ്പം മോട്ടറിൻ്റെ കൂടെ വരുന്ന പാനൽ ബോർഡുകൾ ഇപ്പം പിന്നെ പല ടൈപ്പുകളുണ്ട്. അത് വോൾട്ടേജ് കുറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നുണ്ട്, വെള്ളമില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്ന പാനൽ ബോർഡുകളുണ്ട്. അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ സെലക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മോട്ടർ ലൈഫ് ഒരു പരമാവധി ഒരു പരിധി വരെ കൂട്ടാം. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പരമാവധി പൈസ കുറക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കതിലേക്ക് ഡൈവേർട്ട് ആകാൻ പറ്റില്ല കസ്റ്റമർ. അതുപോലെ ഞാൻ വേറെ കണ്ടിട്ടുള്ളതാണ് എൻ്റെ വീട്ടിലും, അതുപോലെ ഞാനിപ്പം നിൽക്കുന്ന ക്വാർട്ടേഴ്സിലും കണ്ടിട്ടുള്ളൊരു കംപ്ലയിൻറ്റ്. അത് മോട്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ മോട്ടറിൻ്റെ പൈപ്പ് ഈ ബോർവെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പകുതിക്കുന്ന് കട്ടായിട്ട് പോകുന്നൊരു സംഭവം കണ്ടിട്ടുണ്ട്. അതും മോട്ടറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. പൈപ്പിൻ്റെ ക്വാളിറ്റി ആയിട്ട് അതിന് ബന്ധമുള്ളൂ, മോട്ടറുമായിട്ട് യാതൊരു ബന്ധമില്ല. പൈപ്പിൻ്റെ ക്വാളിറ്റി അതും നമ്മൾ സെലക്ഷനിൽ പെടുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേബിൾ സെലക്ട് ചെയ്യുന്ന പോലെ പൈപ്പും അതിന് ഗേജ് ഉണ്ട്, 6 ഗേജ് 10 ഗേജ് എന്നൊക്കെ പറഞ്ഞ ഗേജ് ഉണ്ട്. അപ്പോൾ ആ ഗേജ് കുറയുമ്പോൾ ഇത് കീറാനുള്ള സാധ്യത അതിന് വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടറിൻ്റെ ഈ സെലക്ഷൻ വരുമ്പോഴത്തേക്ക് സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് പറയുന്നത് 16,000 രൂപയാണെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ സെലക്ട് ചെയ്യുമ്പോൾ 20,000 രൂപയാവും പൈസ അതാവും. അപ്പോൾ അവിടെ കൂടുതലാണ് അവിടെ കുറവാണെന്നുള്ള ട്രെൻഡിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസ്റ്റമർ, ടെക്നീഷ്യൻ, ഡീലർ നമ്മൾ നല്ലൊരു സെലക്ഷൻ എന്നുള്ള ടൈം കണ്ടെത്തണം. അതായത് ഒരു കച്ചവടത്തിന് പോകുന്നു, ബില്ലടിക്കുന്നു, വാങ്ങിക്കുന്നു, അതിലപ്പുറം അതിന് സെലക്ട് ചെയ്യാനും അവരോട് സംസാരിക്കാനുമുള്ള സമയങ്ങൾ കണ്ടെത്തുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റണം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മോട്ടർ പമ്പ് സെറ്റുകൾക്ക് കൂടുതൽ ലൈഫ് കിട്ടും, 100% ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ആ സെലക്ഷൻ ഇരുന്ന് സംസാരിച്ച് മനസ്സിലാക്കി എന്തൊക്കെയാണ് ഇപ്പം നിങ്ങൾ ആ പമ്പ് എടുക്കാൻ വന്നെങ്കിൽ ഇതുപോലെ ഇരുന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടി. ഇതൊന്നും പറയാതെ ഇതിനെത്ര പൈസയാവും ചോദിച്ചാൽ 16,000 എന്നാൽ ബില്ലടിച്ചോ ഇവിടെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. കമ്പനികൾ ഒരുവിധം എല്ലാ ബ്രാൻഡ് കമ്പനിയും നല്ലതാണ്, കമ്പനികളുടെ സെലക്ഷൻ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്നോട് ചോദിച്ചാൽ ലൂബിനെ കുറിച്ച് മാത്രമേ എടുത്ത് പറയുള്ളൂ. ലൂബിൻ്റെ ഡീലറേ ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെതേ പറയും. പക്ഷേ കമ്പനി എല്ലാ ബ്രാൻഡ് കമ്പനികളിലും പരമാവധി അവരുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. അതിൽ രണ്ടാമതാണ് സർവീസ്. അത് ആരാ ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്ന് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറോ ഡീലറോ കൊടുക്കുന്നത്. ഇപ്പോൾ ലൂബി ഉണ്ടാക്കുന്നത് അഹമ്മദാബാദിൽ നിന്നാണ്. നിങ്ങൾ കംപ്ലയിൻ്റ് ആയാലും ഈ ലൂബി എടുത്തിട്ട് അഹമ്മദാബാദിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആര് സർവീസ് കൊടുക്കുന്നോ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു മാരുതി മലബാറിൽ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഇവിടെ വളരെ ഫേമസ് ആയ പല പമ്പുകളും തിരുവനന്തപുരത്തോട്ട് പോയാലോ നമ്മുടെ മലപ്പുറത്ത് പോയാൽ കാണില്ല. അവിടെ വേറൊരു ബ്രാൻഡായിരിക്കും. അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ അതിന് കൃത്യമായ സർവീസ് കൊടുക്കുന്നത് കൊണ്ട് ആ ബ്രാൻഡ് അവിടെ വരുന്നു എന്ന് മാത്രം. അല്ലാണ്ട് എല്ലാ ബ്രാൻഡുകളും നല്ലതാണ്. ഏത് ബ്രാൻഡ് സെലക്ട് ചെയ്യാന്നുള്ളത് അവിടുത്തെ എവിടെ സർവീസ് കിട്ടുന്നോ അതും കൂടി ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണ്. അതായത് കാണുന്ന നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് ബ്രാൻഡാണ് സർവീസ് കൂടുതൽ കൊടുക്കുന്നത് അത് നോക്കിയിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുക.
പിന്നെ അതുപോലെ വേറെ ഇതിൽ കണ്ടുവരുന്നത്, കാരണം ഇത് കൂടുതൽ ഈ മോട്ടറൊക്കെ റെൻറ്റ് കൊടുക്കുന്ന ആൾക്ക് ഉപകരിക്കുന്നതാണ്, ഈ മോണോ ബ്ലോക്കിൻ്റെ അതിൽ ഈ എന്താ പറയുക കച്ചറ കുടുങ്ങിയിട്ട് നമ്മളെ ഇമ്പുലർ ബ്ലോക്കായി പോകുന്നൊരു സംഭവം. ഇപ്പോൾ ഇന്ന് തന്നെ എൻ്റെ ഒരു 2 HP മോട്ടർ ഞാൻ സർവീസിന് കൊടുത്തിട്ടുണ്ട്. അതിൽ വയറ്, തുണി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിലേക്ക് കുടുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് തടയാൻ എന്തെങ്കിലും മാർഗമോ, അത് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോൾ നിങ്ങളുടെ അനുഭവമാണ് എന്നോട് പങ്കുവെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇന്ന് കൊടുത്ത മോട്ടർ കച്ചറ തുണി കൊടുക്കും. അപ്പോൾ നിങ്ങൾ 2 HP മോട്ടർ കൊടുത്തു വന്നു. ഏത് മോട്ടറാണ് കൊടുത്തത്? അതേര് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു കമ്പനിയല്ല, ബ്രാൻഡഡ് സാധനമല്ല. ബ്രാൻഡല്ല, സബ്മേഴ്സിബിൾ മോട്ടറാണ് കൊടുത്തത്. വെള്ളത്തിലിടുന്ന മോണോ ബ്ലോക്ക്, വെള്ളത്തിലിടുന്ന സബ്മേഴ്സിബിൾ. ഓക്കെ, അത് വെള്ളത്തിലിടുന്ന സബ്മേഴ്സിബിൾ മോട്ടർ നിങ്ങൾ കച്ചറ വലിക്കാൻ ഉപയോഗിക്കേണ്ട സാധനമല്ല. ഇത് കച്ചറ വലിക്കാനല്ല, നമ്മൾ ഈ വെള്ളം വെറ്റിക്കുന്ന പർപ്പസിനാണ് കൊടുത്തത്. പക്ഷേ ആ മോട്ടർ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചപ്പോഴാണ് നമ്മൾ ഈ മോട്ടർ എടുത്തത്. മോട്ടർ എടുത്ത് ഇത് സർവീസിന് കൊണ്ടപ്പോഴാണ് കാണുന്നത് അതിൻ്റെ ഇമ്പുലറിൻ്റെ ഉള്ളിൽ വയറും അതുപോലെ തുണികളും കുടുങ്ങിയിട്ട്. കാരണം അതിന് പൂട്ടുവാൾവ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, മോട്ടറിന് വരുന്ന പൂട്ടുവാൾവ്, അതിൻ്റെ ഇടയ്ക്കേ കൂടെയാണ് ഇത് കയറിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ പൂട്ടുവാൾവ് പിന്നെ 2 HP ആണെങ്കിൽ 2 ഇഞ്ച് ആയിരിക്കും. അതിനൊരു ഗ്രില്ല് പോലെ ഉണ്ടാവും. നിങ്ങൾ ഈ വാടക കൊടുക്കുന്നതൊക്കെ ഗ്രില്ലൊക്കെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ഫൂട്ടുവാൾവ് എന്ന് പേര് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ആ ഫ്രണ്ട് ഭാഗം നല്ലൊരു ഹോൾസ് ആയിരിക്കും ഉണ്ടാവും, പല സ്ഥലത്ത് സർവീസിന് വരുമ്പോൾ. അപ്പോൾ ഈ ഫൂട്ടുവാൾവിൽ കൂടെ തുണി കയറില്ല. നിങ്ങളെ വെൻറ്റിൽ ഗ്രില്ല് പോലെ ഒരു നീല സാധനം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ തുണി അവിടെ ഒന്ന് തടസ്സപ്പെട്ട് നിൽക്കുക ചെയ്യുക. അപ്പോൾ ഈ ഗ്രില്ല് പൊട്ടും, ആ ഫോഴ്സിന് ഗ്രില്ല് പൊട്ടുമ്പം ഇത് വലിച്ചെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെയുള്ള പർപ്പസിന് കൊടുക്കാനായിട്ട് ബ്രാൻഡ് കമ്പനികളൊക്കെ സ്ലറി മോട്ടർ കൊണ്ട് മോട്ടർ ഇറക്കണം, സ്ലറി മോട്ടർ. അപ്പോൾ നിങ്ങളുടെ ഈ സാധനം കുടുങ്ങിയാൽ അത് അടിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞ് അതിനപ്പുറം ഗ്രൈൻഡിങ് മോട്ടർ ഇറക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഷർട്ട് വരെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന മോട്ടറുണ്ട്. അപ്പോൾ അതാത് പർപ്പസിന് നിങ്ങളുടെ സെലക്ഷൻ ഇവിടെ വളരെ മോശം സെലക്ഷനാണ്. വാടക കൊടുക്കുമ്പോൾ നിങ്ങൾ സ്ലറി മോട്ടർ ഉപയോഗിക്കണം. നിങ്ങളിത് വെള്ളത്തിന് നല്ല ഈ സബ്മേഴ്സിബിൾ മോട്ടർ ഓപ്പൺ വെല്ല് തെളിഞ്ഞ് ശുദ്ധമായ വെള്ളമടിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് വൃത്തിയാക്കുന്നത്? കച്ചറയിലുകൊണ്ടാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ സ്ലറി മോട്ടർ പരമാവധി അവിടെ നമ്മൾക്ക് ഇന്ന് സംഭവിച്ചത്, നമ്മൾ അവിടെ വെള്ളം കയറിയിട്ട് വെള്ളം വെറ്റിക്കാനാണ് കൂടുതലും ആൾക്കാർ മോട്ടർ കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ നമ്മൾ അവരോട് ചോദിക്കുന്നത് സ്ലറി പമ്പ് നമ്മളടുത്ത് അവൈലബിൾ ആണ്, അതുപോലെ 1 HP, 2 HP, 1.5 HP എന്നുള്ള മോട്ടറും അവൈലബിൾ ആണ്. പക്ഷേ അവർ വെള്ളം വെറ്റിക്കാൻ കൊണ്ടുപോയ മോട്ടറിൽ നമ്മൾ ഇന്ന് മോട്ടർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ പോയി നോക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അവർ വെറ്റിക്കാൻ ഉദ്ദേശിച്ചത് നല്ല വെള്ളമാണ്, പക്ഷെ അവിടെ മോശം ഉണ്ടായിരുന്നില്ലാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് കച്ചറ കൊടുക്കുക. അപ്പോൾ അതിന് വേറെ പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെയും ആ ഫുട്ബോളിൻ്റെ പുറത്ത് നമ്മളൊരു കൊതുക് പോലത്തെ എന്തെങ്കിലും ഒരു സാധനം കൂടി എക്സ്ട്രാ കെട്ടിക്കൊടുക്കാൻ ശ്രമിച്ചാൽ പറ്റും. പക്ഷേ വാടക കൊടുക്കുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് തോന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇറക്കുമ്പോൾ പണ്ട് കാലത്ത് പഴയ ടെക്നീഷ്യന്മാർ, നമ്മുടെയൊക്കെ ഗുരുനാഥന്മാർ കൊട്ടയിൽ വെച്ചിട്ടാണ് വെള്ളത്തിലൊക്കെ മോട്ടർ ഇറക്കുക. കാരണം ചളിയിൽ ഇത് പൂണ്ടുപോകാൻ വേണ്ടി കൊട്ടയിൽ വെച്ചിട്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ ഈ കാലഘട്ടം വന്നപ്പോൾ നമുക്ക് അന്നത്തെ ആൾക്കാർക്ക് ഒരു പണി ചെയ്യുമ്പോൾ അതിനോട് ഭയങ്കരമായ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതൊരിക്കലും കംപ്ലൈൻ്റ് ആയിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ പൊന്തിക്കാൻ പോകുമ്പോൾ ഈ കൊട്ടയിലെ വെള്ളവും ഈ വെള്ളവും എല്ലാം കൂടെ പൊന്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ എല്ലാവരും കയറിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ഇടുക ചെയ്യുന്നത്. അതൊക്കെ നല്ലൊരു രീതിയാണ്. ഈ കൊട്ടയിൽ വെച്ച് ഇറക്കുന്നതൊക്കെ മോട്ടറിലേക്ക് ചളി കയറില്ല. അതൊക്കെ ഇപ്പം പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു മോട്ടർ വെച്ച് അതിൻ്റെ ഫൂട്ടുകൾ എപ്പോഴും നമ്മൾ മുകളിലോട്ട് വെക്കുക. കാരണം ആ ഫൂട്ടുകൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മോട്ടറിൻ്റെ ബോഡിക്ക് കണക്കായിട്ട് അതിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. എന്തിനാണ് കമ്പനി അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ വെള്ളമില്ലാതെ ഒരിക്കലും ഓടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളെ ബുദ്ധിപരമായ നീക്കത്തിൽ നമ്മൾ ചെരിച്ച് വെക്കും, അത്രയും വെള്ളം കൂടെ കിട്ടണമെന്ന്. അപ്പോൾ ബോഡീൻ്റെ പകുതി ഭാഗത്തുനിന്ന് വെള്ളമില്ലാതെ ഓടും, അങ്ങനെ ചൂടാവും. നിങ്ങൾ ആ മോട്ടർ അഴിച്ച് നോക്കി. എപ്പോഴെങ്കിലും നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വരാൻ പറ്റിക്കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ കൃത്യമായിട്ട് മോൾ ഭാഗം മാത്രം കത്തിയിട്ടുണ്ടോ. അങ്ങനെ പല അശ്രദ്ധകളുമാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് വീട്ടുകാർ തന്നെ ഇറക്കുമ്പോൾ വീട്ടുകാർ അജ്ഞതയിൽ വളരെ ബോധവാന്മാരാണ്. ഇപ്പോൾ നോക്കുമ്പോൾ വീട്ടുകാർ ഇറക്കുമ്പോൾ നമ്മളോട് പറയണം അത് ചിരിച്ച് വെക്കണേ, അത് ചെരിച്ച് വെക്കണേ, എന്നാൽ പരമാവധി വെള്ളം വലിക്കാമല്ലോ. അപ്പോൾ ആ ലെവലിലേക്ക് തെറ്റായ അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പമ്പ് സെറ്റുകൾ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം. ഇനി ആരും വഞ്ചിതരാകരുത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള മെയിൻ പ്രശ്നങ്ങളാണ് ഈ പമ്പ് സെറ്റുകൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുക. കാരണം ഇന്ന് പല വീടുകളിലും കിണറുകളില്ല, ഉള്ളത് തന്നെ ബോർവെല്ലാണ്. അപ്പോൾ അവർക്ക് പമ്പ് സെറ്റുകൾ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. പിന്നെ എല്ലായിടത്തും ജപ്പാൻ വെള്ളമൊക്കെ എത്തിയെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് എല്ലായിടത്തും ജപ്പാൻ വെള്ളം എത്തിയില്ല. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും കൂടി ഞാൻ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ നിൽക്കുന്ന കോട്ടേഴ്സിലെ മോട്ടോർ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ നമുക്ക് താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നത് ജപ്പാൻ വെള്ളമാണ്. ഈ ജപ്പാൻ വെള്ളം വന്ന് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലാണ് ഞങ്ങൾ ഉള്ളത്. അപ്പോൾ പമ്പ് സെറ്റുകൾ എല്ലാവരും വാങ്ങുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ സേജ് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ട് വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ ചതികളിൽ പെടുന്നുണ്ട്. കാരണം നിങ്ങളുടെ പണം അതിന് എത്രത്തോളം അത് ഉണ്ടാക്കാൻ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നത്, അതുപോലെയാണ് നിങ്ങൾ ഓരോ വാങ്ങുന്ന ഓരോ സാധനങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഓരോ
ആൾക്കാർ പറയുന്നത് കേട്ട് ഞങ്ങളത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വഞ്ചിതരാകേണ്ടി വരും. അപ്പോൾ നമുക്ക് സേജിൻ്റെ ബാക്കി ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമല്ലോ, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം.